എഫോർടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി മസാലയാണ്. അതിനായിട്ട് നമ്മൾ 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. വെളുത്തുള്ളി 3 വെളുത്തുള്ളിയാണ് എടുത്തത്, അത് വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ചരിച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അല്പം കറിവേപ്പില, അല്പം മല്ലിയില, ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി. നമുക്കിനി അത് ചൂടായ പാത്രത്തിലേക്ക് ഇത് പാകം ചെയ്യാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. വെള്ളം പറ്റി വരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, സവാള, ഇഞ്ചി, കറിവേപ്പില ഇതിലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറ് ഏകദേശം ആവുന്നിടം വരെ ഒരു കടിക്കുന്ന പരുവം ആണ് നമ്മൾ ആക്കേണ്ടത്. അല്ലാതെ ഒത്തിരി അങ്ങ് സവാള അലിയേണ്ട കാര്യമില്ല. ഇനി നമുക്കതിലേക്ക് നല്ല നിരത്തി വെക്കാം. വട്ടത്തിലരിഞ്ഞ തക്കാളി ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം. 2 മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം പിന്നീട് ഇളക്കി കൊടുത്താൽ മതി. 2 മിനിറ്റ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉപ്പ് വിതറി കൊടുത്തു. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം പാകമായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ തക്കാളിയുടെ എണ്ണം കൂട്ടണം. വെള്ളം ഒഴിക്കാത്തത് കാരണം നമുക്ക് അല്ലാതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മുടെ കറി തയ്യാറായിരിക്കുന്നു. നമുക്കതിലേക്ക് മല്ലിയിലയൂടെ ഇട്ട് കൊടുക്കാം. കറി തയ്യാറായി.